ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സ്പോൺസേഡ് പ്രോഗ്രാമായ ഇൻജോർഡ് എന്ന പ്രോഗ്രാമിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്നത്തെ മത്സരാർത്ഥികളെ ഒന്ന് പരിചയപ്പെടാം. എന്താ പേര്? രുക്മ. എന്ത് ചെയ്യുന്നു? ഞാൻ ആമസോണിൽ വർക്ക് ചെയ്യുക. ആമസോണിലാണല്ലേ? എവിടെ സ്ഥലം? ട്രിവാൻഡ്രം ഇവിടെ തന്നെ. എൻ്റെ പേര് രാഗേന്ദു. ഞാൻ പഠിക്കുന്നു. ഹർഷ പഠിക്കുന്നു. നിങ്ങളുടെ സ്ഥലമൊക്കെ എവിടെ? എൻ്റെ സ്ഥലം വെള്ളായണി, കോവളം. ഓക്കെ. പ്രോഗ്രാം അതിനെ കുറിച്ച് പരിചയപ്പെടുത്താം. ഇൻജോർഡ് എന്നാണ് പ്രോഗ്രാമിന്റെ പേര്. 10 കുസൃതി ചോദ്യം ചോദിക്കും, ആൻസർ പറയുക. ഇഷ്ടമുള്ള ആൻസറൊക്കെ പറയാം, കുഴപ്പമൊന്നുമില്ല. ഞാൻ മാത്രമല്ലേ കേൾക്കത്തുള്ളൂ. പിന്നെ മനസ്സിലുള്ള ആൻസർ എന്തായാലും പറയണം. 20 സെക്കൻഡിനുള്ളിൽ ഉള്ള ആൻസർ പറഞ്ഞ് തീർക്കുക. 20 സെക്കൻഡ് തരത്തുള്ളൂ. ആരാണോ കൂടുതൽ ആൻസർ പറയുന്നവരാണ് ഇന്നത്തെ ഈ പ്രോഗ്രാമിന്റെ വിജയി. ഇത്രേ ഉള്ളൂ. നിങ്ങൾ 3 പേരും ഞാൻ വന്നപ്പോഴേ നല്ലതുപോലെ ഒന്ന് ഭയങ്കര കാര്യമായിട്ടൊക്കെ സംസാരിക്കണം. അപ്പം എനിക്ക് ചെറിയൊരു കുശുമ്പ് കയറി. ഞാൻ വിചാരിച്ചു ഇവരെ തമ്മിൽ പിരിക്കാം. അങ്ങനെയാണ് ഈ ഒരു പ്രോഗ്രാമായിട്ട് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. മലയാളികൾ കഴിക്കുന്നതും ഹിന്ദിക്കാർ പോലീസിനെ ഏൽപ്പിക്കുന്നതും ആര്? ചോറ്. കറക്റ്റ് ആൻസറാണ്. ഓ മൈ ഗോഡ്, എൻ്റെ ചാൻസ് പോയി. ഇപ്പോഴും ഇവിടെ തുടങ്ങിയിട്ടുണ്ട്, ഇഞ്ചോടിഞ്ച് പോരാട്ടം ഇവിടെ തുടങ്ങിയിട്ടുണ്ട് പരസ്പരം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. താഴേക്ക് ചാടാൻ പറ്റുന്ന നിറം ഏതാണ്? താഴേക്ക് ചാടാൻ പറ്റുന്ന ഒരു നിറമുണ്ട്, ഏതാണ്? താഴേക്ക് ചാടാൻ പറ്റുന്ന നിറം. നമ്മൾ സാധാരണ ടൂറിസ്റ്റ് പ്ലേസിലൊക്കെ കാണുന്ന ഒന്നാണ്. അവിടെ പോകും, ആസ്വദിക്കും, തിരിച്ചു വരും, ചിലപ്പോൾ ഇറങ്ങും, കുളിക്കും, അങ്ങനെയൊക്കെയുള്ളൊരു സംഭവം. അല്ല, താഴേക്ക് ചാടാൻ പറ്റുന്ന നിറം. നീല കറക്റ്റ് അല്ലേ? ചാടുക. എന്താണ് ചാടുന്നത്? ഏത് കളറിലായിരിക്കും അത് ചാടുക എന്നൊക്കെ ചിന്തിച്ചു നോക്കൂ. കളർ പ്ലസ് ചാട്ടം. എന്ത് ചാട്ടം? വെള്ളച്ചാട്ടം. അത് ഭയങ്കര ക്ലൂ ആയി പോയല്ലേ? എന്നെ കൊണ്ട് പറയിപ്പിച്ചു ആൻസർ. അടുത്ത നെക്സ്റ്റ് ഘട്ടത്തിൽ ഞാൻ ആൻസർ പറഞ്ഞേനെ. അടുത്ത ക്വസ്റ്റ്യൻ. ജ്വല്ലറിയിൽ ജോലി കിട്ടിയിട്ട് രാജു ഇങ്ങനെ ജോലിക്ക് പോകാതെ വിഷമിച്ചിരുന്നപ്പോൾ രവി ഒന്ന് കാര്യം ചോദിച്ചു. അപ്പോൾ രാജുവിൻ്റെ വിഷമിച്ചിരിക്കുന്ന ആളുടെ ആ ഒരു ആൻസർ കേട്ട് രവിക്ക് ചിരിയാണ് വന്നത്. അപ്പോൾ രാജുവിൻ്റെ ആൻസർ എന്തായിരിക്കും? കൺഫ്യൂഷനായ? ചെറുതായിട്ടല്ല, വലുതായിട്ട്. ഇപ്പൊ ജ്വല്ലറിയിൽ ജോലി കിട്ടി. ഇപ്പൊ എന്താ പേരെന്ന് പറഞ്ഞേ? രുക്മ. രാഗേന്ദു. അപ്പൊ രുക്മയ്ക്ക് ജ്വല്ലറിയിൽ ജോലി കിട്ടി, പക്ഷെ പോയില്ല. വിഷമിച്ച ആളിരിക്കുമ്പോഴത്തേക്ക് രാഗേന്ദു ഒന്ന് ചോദിക്കണം, എന്താ നീ പോകാത്ത കാര്യം? അപ്പോൾ രുക്മ ഒരു ആൻസർ പറഞ്ഞു. രാഗേന്ദു അങ്ങോട്ട് ചിരി തുടങ്ങി. അപ്പൊ രുക്മ എന്ത് ആൻസർ ആയിരിക്കും പറഞ്ഞിട്ടുള്ളത്? എന്ത് ആൻസർ ആയിരിക്കും പറഞ്ഞിട്ടുള്ളത്? സ്വർണ്ണക്കടയും അവിടുത്തെ കാര്യങ്ങളൊക്കെ ആലോചിച്ച് നോക്കുമ്പോൾ അവിടെ ഒരു സാധനം കുറവ് എന്ന് എഴുതി വെച്ചിരിക്കുന്നു. എന്തായിരിക്കും? വിലക്കുറവല്ല, ജോലിയായിട്ട് ബന്ധപ്പെട്ട് പണിക്കൂലി കുറവ്. പണിക്കൂലി കുറവ്. അപ്പോൾ മനസ്സിലായില്ലേ? മനസ്സിലായി. അപ്പോൾ ആ കറക്റ്റ് ആൻസർ ആണ്. അപ്പോൾ ഇവിടെ 2 ക്വസ്റ്റിന്റെ ആൻസർ പറഞ്ഞു, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ. സീറോ. അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. ഏത് തരം ജോലിയും താഴെ നിന്ന് മുകളിലോട്ടാണ് ചെയ്യുന്നത്? യെസ്, ഒരു ജോലി മാത്രം മുകളിൽ നിന്ന് താഴേക്കാണ്. ഏതാണ് ആ ജോലി? കിണർ കുഴിക്കുന്നത്. ഇതൊക്കെ അറിയായിരുന്ന? പെയിന്റ് അടി എങ്ങനെ? അത് ഇതുമായിട്ട് എന്താ? പക്ഷെ അത് കൊള്ളാം കേട്ടോ, അത് കറക്റ്റ് ആൻസർ അല്ലേ? അല്ല, അങ്ങനെയും പറയാം. താഴെയൊന്നും അടിക്കാല്ലോ, പക്ഷെ കിണർ അങ്ങനെയല്ലോ. ഇവിടെ അടി തുടങ്ങി, എന്റെ ഉദ്ദേശം നടക്കുന്നുണ്ട്. അടുത്ത, ഇവിടെ പാട്ട് പാടുന്ന ആരെങ്കിലും ഉണ്ടോ? അതിന് 2 പേരും കൂടെ ഒരൊറ്റ ആൻസർ പറഞ്ഞു, പക്ഷെ മാർക്കില്ല. രാഗേന്ദു ഒരു പാട്ട്. നല്ല പാട്ടുകാരിയാ? പാടൂ കുട്ടി, പാടൂ. സീരിയസ് ആയിട്ട് ഇവർക്ക് ഇപ്പൊ പറയാൻ പറ്റത്തില്ലല്ലേ? ക്യാമറ ഓഫായിട്ട് ഞാൻ എന്തും പറയാം. അപ്പൊ അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. എല്ലാവരും ഇത് കിട്ടുന്നത് വരെ തിരഞ്ഞ് അടക്കും, പക്ഷെ കിട്ടിയാൽ വലിച്ചങ്ങ് എറിയും. പിന്നെ നമ്മളൊന്നും ഈ ഒരു സംഭവം ചെയ്ത് കാണത്തില്ല കേട്ടോ. പണ്ട് അമ്മൂമ്മമാരൊക്കെ ഇരുന്ന് ചെയ്യുന്നത് കാണാം. നമ്മുടെ അമ്മമാരൊക്കെ ഇപ്പോഴത്തെ വീടുകളിലൊക്കെ ഇങ്ങനെ സംഭവം ചെയ്യും. ഇങ്ങനെ തിരഞ്ഞ് അരികിലെ കല്ല്.
ഭയങ്കര ബുദ്ധി. ചെയ്യാനാ ഓ അടിപൊളി. 3 മാർക്ക്. 4 ആ 4. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. പാട്ട് പാടാൻ വയ്യ. ആറാമത്തെ ക്വസ്റ്റ്യൻ. ആറാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. പ്രധാനമന്ത്രി മരിച്ചു. ഓക്കെ, പ്രധാനമന്ത്രി മരിച്ചു. അപ്പോൾ കടകൾ അടച്ചത് എന്തുകൊണ്ടാണ്? പൂട്ടുകൊണ്ട്. അപ്പോൾ ഇവിടെ 2 ക്വസ്റ്റ്യൻ ഉണ്ട്, 4 ക്വസ്റ്റ്യൻ. നമുക്ക് വീണ്ടും 0-0 ആയിട്ട് ഇരുന്നാ മതി. ഇനിയും ക്വസ്റ്റ്യൻസ് ബാക്കിയുണ്ട്. പറയൂ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഞങ്ങൾക്കൊക്കെ എല്ലാ പേർക്കും ഇഷ്ടപ്പെട്ട ഒരു ലൈൻ ഉണ്ട്. ഏതാണ് ആ ലൈൻ? നിങ്ങളെ ലൈനിന്റെ പേരൊന്നും പറയരുത്. എല്ലാ പേർക്കും ഇഷ്ടപ്പെട്ട ഒരു ലൈൻ ഉണ്ട്. ഏതാണ് ആ ലൈൻ? അപ്പുറത്തുള്ള ലൈൻ എന്നെ നോക്കണ്ട, എനിക്കറിയത്തില്ല. ലൈൻ ഇപ്പൊ എല്ലാ പേരും അത് യൂസ് ചെയ്യുന്നുണ്ട്. പിക്കപ്പ് ലൈൻ. പിക്കപ്പ് ലൈൻ അല്ല, ഓൺലൈൻ. ഓൺലൈൻ. 4-3 ഇഞ്ചോടിഞ്ച് പോരാട്ടം. 4-3-0. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആരും ഇഷ്ടപ്പെടാത്ത ഒരു ദേശമുണ്ട്. എന്താണ്? ഉപദേശം. ഉപദേശം. ഞാനാണ് ഫസ്റ്റ് പറഞ്ഞത്. ഓക്കെ, ഇവിടെ 4-4. വീണ്ടും ഇഞ്ചോടിഞ്ച് പോരാട്ടം. കരയണ്ട, ഇതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം 2 പേർക്കും കൊടുത്താൽ മതി, കൊടുക്കാനുള്ളത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 100 പടികളുള്ള ഒരു കോണിയിൽ നിന്നും താഴെ വീണിട്ടും ഒരാൾക്കൊന്നും സംഭവിച്ചില്ല. എന്തായിരിക്കും കാരണം? ഇവിടെ നിന്ന് ഇപ്പൊ ആൻസർ വരും. 100 പടിയുള്ള 100 പടിയുള്ള ഒരു ഇത് എന്താ അതിന്റെ പേര്? ആ, കോണി. കോണിയിൽ നിന്നും ഒരാൾ വീണു, പക്ഷെ ആൾക്കൊന്നും സംഭവിച്ചില്ല. എന്താണ്? സ്വപ്നത്തിലല്ല, ലാസ്റ്റ് പടി കറക്റ്റ് ആൻസർ. അപ്പോൾ ചിന്തിച്ചു തുടങ്ങി. ക്വസ്റ്റ്യൻസിന്റെ ആ ഒരു ലോജിക്ക് മനസ്സിലായി. അങ്ങേറ്റം ലെവലായി. ഇനി ആകെ ഒരൊറ്റ ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ. അടുത്തത്, മതിലുകളിൽ പരസ്യം പതിക്കരുതെന്ന് എഴുതിയിരിക്കുന്നത് എന്തുകൊണ്ട്? പെയിന്റ് കൊണ്ട്. ലാസ്റ്റ് ഘട്ടത്തിൽ കുട്ടി ഭയങ്കര വിജയം തന്നെയാണ്. അപ്പോൾ എത്രയാ? 5-1. അപ്പോൾ 10 ക്വസ്റ്റ്യന്റെ ആൻസറും നിങ്ങൾ 3 പേരും കൂടി പറഞ്ഞു. എന്റെ ഉദ്ദേശമൊന്നും നടന്നില്ലെങ്കിലും കുഴപ്പമില്ല. ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിന്റെ വിജയി രാഗേന്ദുവാണ്. രാഗേന്ദുവിന് വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ചെറിയൊരു സ്നേഹോപകാരമുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാം എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും